അങ്ങ് പറഞ്ഞ പോലെ ഇപ്പം വളരെയധികം ശക്തമായിട്ട് വരുന്ന ഒരു ആരോപണമാണ് മലയാള സിനിമയിൽ ക്രൈസ്തവ വിരുദ്ധത വളരെയധികം കൂടി വരുന്നെന്ന്. ഒരു ഉദാഹരണം നമുക്കറിയാം, മുമ്പിറങ്ങിയ സിനിമകളിൽ ഇപ്പോൾ ആകാശദൂത്, മൃഗയ, ഉണ്ണികളെ ഒരു കഥ പറയാം, അതിലൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ പുരോഹിതരെ വളരെ ഉദാത്തമായ രീതിയിലാണ് ചിത്രീകരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു ട്രെൻഡ് എടുക്കുമ്പോൾ ആ ക്രിസ്ത്യൻ പുരോഹിതരെ വളരെ വൾഗറായിട്ട്, നമുക്കറിയാം റോമൻസിൽ സംഭവിച്ചത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ചില സിനിമാറ്റിക് നോട്ട്സ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പം ജല്ലിക്കെട്ടില് ഒരു നാട് മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അച്ഛൻ ബീഫ് ആവശ്യപ്പെടുന്നു. അത് ഒരു ഉദാഹരണം മാത്രമാണ്, ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷാഡോ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇത്തരം ഒരു ക്രൈസ്തവ വിരുദ്ധത സിനിമാ മേഖലയിൽ വ്യാപിക്കുവാൻ ഒരു കാരണമായിട്ടുണ്ടോ? ക്രൈസ്തവ വിരുദ്ധത മാത്രമല്ല, അതിപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ കണക്കാക്കാം. ഒന്ന്, ഒരു സൊസൈറ്റീനെ പിടിച്ചു നിർത്തുന്നത് കലാകാരന്മാരാണ്. ഈ സൊസൈറ്റിയിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് നിശ്ചയിക്കുന്ന യഥാർത്ഥത്തിൽ ഇവിടുത്തെ കലാകാരന്മാരാണ്. ഉദാഹരണത്തിന് ഈ കേരളത്തിൽ കമ്മ്യൂണിസം വളർത്തിയത് KPSC എന്ന് പറയുന്ന ഒരു നാടക മൂവ്മെൻറ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാട്ടുകൾ, കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ, പിന്നെ കമ്മ്യൂണിസ്റ്റ് സിനിമകൾ. അന്ന് ആ കാലഘട്ടത്തിൽ 50-ന് ശേഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുറേ കാലത്തേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് സിനിമകളാണ് നമ്മളെ സ്വാധീനിച്ചത് മൊത്തം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും മതത്തിന് എതിരായിരിക്കും. മതങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ലക്ഷ്യം തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ. പക്ഷേ എല്ലാ മതങ്ങളെയും അവർ ഇല്ലായ്മ ചെയ്യില്ല. ചില മതങ്ങളെ ഇല്ലായ്മ ചെയ്താൽ നോവും. ഈ മലബാർ മാപ്പിള ലഹളയൊക്കെ വെള്ള പൂശാൻ കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടുനിന്നു. അതിൻ്റെ കാരണം എന്താണ്? മലബാറിലെ ഇപ്പം കാസർഗോഡ് മുതൽ ഈ പറയുന്ന മലപ്പുറം വരെയുള്ള മലബാറിലെ മുസ്ലിം വോട്ടുകൾ, ആ മുസ്ലിം വോട്ടുകളാണ് എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയത്. അത് നമ്മൾ ആലപ്പുഴയേ ഉള്ളൂ ഇവർക്ക്. മറ്റ് കോട്ടയത്തോ എറണാകുളത്തോ ഒന്നും ഈ ഇടതുപക്ഷത്തിന് ഗ്രിപ്പുണ്ട്, സ്വാധീനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മലബാറിൽ വലിയൊരു സ്വാധീനം ഇവർക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവർ മുസ്ലിങ്ങളെ കുറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല. പകരം ഇടതുപക്ഷം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ, അതായത് ഒരു ആദ്യ കാലഘട്ടത്തിൽ വന്ന കലാകാരന്മാർ ഞാനടക്കം ഇടതുപക്ഷക്കാരായിരുന്നു. അപ്പം ഈ നമ്മൾ അനാചാരങ്ങളെ എന്നുള്ള രീതിയിൽ ആദ്യം ചെയ്തിരിക്കുന്നത് ഈ ഹിന്ദു മതത്തിലെ സന്യാസി സമൂഹത്തെയാണ്. ഇപ്പം ഷാജി കൈലാസിൻ്റെ പടം എടുക്കുകയാണെങ്കിലും ഒക്കെ വില്ലന്മാർ സാമ്യമാരായിരിക്കും. അങ്ങനെ തുടങ്ങി. അപ്പം ഹിന്ദുക്കൾ പൊതുവെ പ്രതികരിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് പിന്നീട് അതേ കുപ്പായം തന്നെ ക്രിസ്ത്യാനികൾക്ക്. ചായക്കടത്തുകാരൻ ഉടനെ ഒരു അച്ചായനായിരിക്കും, പലിശക്കാരൻ അച്ചായനായിരിക്കും. ഇങ്ങനെ രീതിയിൽ പതിയെ ഈ 90 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ട്രെൻഡ് അങ്ങനെ വന്നു. അപ്പോൾ പൊതുവെ ഇവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈ മതത്തെ ഇല്ലാതാക്കുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് താല്പര്യം. ആ കമ്മ്യൂണിസ്റ്റ് താല്പര്യത്തിൻ്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന അതേ കമ്മ്യൂണിസ്റ്റ്, ഞാൻ രാഷ്ട്രീയം പറയല്ല, ആ കമ്മ്യൂണിസ്റ്റ് താല്പര്യത്തിൻ്റെ കൂടെ രാജ്യവിരുദ്ധ താല്പര്യം കൂടി ഒട്ടിച്ചേർന്നു. ഈ സ്വർണ്ണക്കടത്തുമായിട്ട് വരുമ്പോൾ സ്വർണം കടത്തുന്ന ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ആരിലേക്കാണ് കൊണ്ടുപോകുന്ന തുടങ്ങിയത്. ഇപ്പോൾ 2015 മുതൽ ഇവിടെ വന്ന സിനിമയുടെ സോഴ്സ് ഓഫ് ഇൻകം കേരള സർക്കാരിന് ചോദിക്കാമായിരുന്നു. എവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നത്? പണ്ടൊക്കെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് പണം വന്നത് എവിടെയാണ് ചോദിക്കുമെന്ന് ആൾക്കാർ. അത് ചോദിക്കുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ വിരുദ്ധതയും ഈ പറയുന്ന ഹിന്ദു വിരുദ്ധതയും സിനിമയിൽ വന്നപ്പോൾ അതിനെയൊക്കെ ന്യായീകരിച്ചവർ. ഇപ്പം നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ വിരുദ്ധത എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും കമ്മ്യൂണിസത്തോട് അത്ര വലിയ താല്പര്യമുള്ള ആളുകളല്ല. അത് സഭയ്ക്കും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വോട്ട് എന്ന് പറയുന്നത് അവരുടെ ആവശ്യവുമല്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പം നമുക്കറിയാലോ, ഈ പറയുന്ന ഈ കൊച്ചി ബേസ്ഡായിട്ടുള്ള ഇത്തരം സിനിമാക്കാരാരാണ്? അവർ ഏത് പക്ഷം ചേർന്ന് നിൽക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ വക്താക്കളായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. എപ്പോഴും BJPയെ കുറ്റം പറയുക, മറ്റുള്ളവരെ കുറ്റം പറയുക. അപ്പോൾ അത്തരം രണ്ടുപേരും കൂടി ചേർന്നപ്പം എളുപ്പമായിട്ട് അതുവരെ പ്രയോഗിക്കാത്തൊരു മാർഗമാണ് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റം. അപ്പോൾ ക്രിസ്ത്യൻ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ എപ്പോഴും ഈ നമ്മൾ പറയുകയാണെങ്കിൽ സഭയല്ല, എപ്പോഴും അതിൻ്റെ കുഞ്ഞാടുകളാണ് ശരിക്കും പറഞ്ഞാൽ അവർ ശക്തി വരുന്നത്. സഭ തോന്നിവാസികളാണ്, പരിപൂർണമായിട്ടും അച്ഛൻ തോന്നിവാസിയാണ്. കുഞ്ഞാടുകളെ നിങ്ങൾ അങ്ങോട്ട് പോവാതിരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ സൈക്കോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ
ഏറ്റവും നല്ല കാര്യമാണ് കുമ്പസാരം. ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ ഉള്ളിലുള്ള ആ തെറ്റിനെ ഇല്ലായ്മ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു കൗൺസിലിംഗ് എന്നാണ് പറയുക. കുമ്പസാരം ഒരു കൗൺസിലിംഗ് ആണ്. എനിക്ക് എൻ്റെ പാപങ്ങളെ ഒന്ന് ഏറ്റു പറഞ്ഞിട്ട് അതിനൊരു സമാധാനം കിട്ടേണ്ട ഒരു ഇടമാണ്, സ്വകാര്യതയുള്ള സംഗതിയാണ് ഈ കുമ്പസാരക്കൂട്. ആ കുമ്പസാരക്കൂടിനെ ഒരു വേശ്യ വന്ന് കുമ്പസരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള തത്രപ്പാടിൽ ഓടി വരുന്ന കഥാപാത്രമായിട്ട് രണ്ട് അച്ഛന്മാരെ മാറ്റിയതിൽ റോമൻസിൽ സത്യം എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി. ക്രിസ്ത്യാനികൾ അനങ്ങിയില്ല. ക്രിസ്ത്യൻസ് അൾത്താരയിൽ രണ്ട് കള്ളന്മാർ കയറിയിട്ട് അങ്ങ് പ്രസംഗിക്കുകയാണ്. രണ്ട് കള്ളന്മാർ കൈയടിച്ച് കേട്ടിരുന്നു. അവർ പ്രതികരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങളെ, ഇപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ നമുക്ക് ആരെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ക്ലാസിക്കുകൾ ഒന്നാണ് 10 കമാൻഡ്മെൻറ്റ്സ്. ഇന്ന് ഇറങ്ങിയ ലോകത്ത് ഇറങ്ങിയ സിനിമകളിലെ ഏറ്റവും വലിയ ഒരു ക്ലാസിക് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 10 എണ്ണത്തിൽ ഒന്ന് 10 കമാൻഡ്മെൻറ്റ്സ് ആണ്. അപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സ് പോലെ ഉണ്ടായിരുന്ന സിനിമകൾ, അതിൽ ഹ്യൂമനിസം, ജീസസ് ക്രൈസ്റ്റ്, അപ്പം അതിൽ ഹ്യൂമനിസമാണ്. അതിൽ ആ സിനിമകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ക്രൈസ്റ്റിൻ്റെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യരോടുള്ള പ്രേമവും പ്രണയമാണ്. അതായത് ഒരു വേശ്യയെ കല്ലെറിയാൻ പോയപ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിനെയാണ് നമുക്ക് സമൂഹത്തിന് ആവശ്യം. അപ്പം ഇങ്ങനെയാണ് സാധാരണ മതത്തിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ മതത്തിൻ്റെ നല്ല അംശങ്ങൾ എന്നാൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നല്ല. ഇപ്പം നമ്മൾ ജാതി വ്യവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യണം. അത് ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ശരി, മറ്റു മതങ്ങളിലാണെങ്കിലും ചെയ്യാം. തെറ്റ് കണ്ടാൽ നമുക്ക് ചോദ്യം ചെയ്യാം. നമ്മൾ സതിയെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ലോകത്തോട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവും അങ്ങോട്ട് അവർ തിരുത്തപ്പെട്ട് ഇപ്പോൾ സതി ഇല്ലാണ്ടാക്കി, വിധവാ വിവാഹം നടപ്പിലാക്കി, ഇങ്ങനെ ഒരുപാട് റിഫോർമേഷൻ വന്നിട്ടുള്ള ഒരു 2 മതങ്ങൾ ക്രിസ്ത്യൻസും ഹിന്ദുസാണ്. ജൈന ബുദ്ധ മതങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ലവ് ജിഹാദിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് വെറുതെ, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി മുസ്ലിമായി പോകുന്നു. കാരണത്തിൽ എന്താണ്? ഇത്തരം സിനിമകളിലൂടെ തൻ്റെ അച്ഛൻ വളരെ മോശപ്പെട്ട ആളാണ്, കുംഭസാരം എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ ദ്രോഹിക്കാനുള്ള ഇടപാടാണ് എന്നൊക്കെ അവർ ഈ സിനിമകൾ അറിഞ്ഞു കഴിക്കുന്നു. ആ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക. ആ പൊതുബോധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റവർക്ക് എളുപ്പമല്ലേ. ഒന്ന്, ആ മതത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം ഇല്ലാതാക്കുക. ഹിന്ദു മതത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം ഇല്ലാതാക്കുക, ക്രിസ്തു മതത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം ഇല്ലാതാക്കുക. എന്നാൽ മനോഹരമായിട്ട് സിനിമയിൽ ക്രിസ്ത്യാനിറ്റി ഉപയോഗിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ പത്മനാഭൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ. സൊസൈറ്റിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ധർമ്മബോധം എല്ലാ മതത്തിലും ഉണ്ട്. ആ ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൊസൈറ്റി വളർന്നു വരുന്നത്. സമാധാനം ഉണ്ടാവുന്നതും ആ കുടുംബം. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് വൈകുന്നേരം 7 മണിക്ക് കുരിശ് വരയ്ക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം അന്നം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു, ഞായറാഴ്ചകളിൽ പോകുന്നു, വല്ലപ്പോഴും കുമ്പസാരിക്കുന്നു. ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ സമാധാനപരമായി ജീവിക്കാനുള്ള, നേരത്തെ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ മോശപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ട്, എല്ലാ മതങ്ങൾക്കും മോശപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ആധുനിക ലോകത്ത് അവനവൻ്റെ മാനസിക പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അതിൽ കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കാനുമാണ് നമ്മൾ ഈ കുരിശുവരയും ഈ പറയുന്ന പള്ളി പോക്കുമൊക്കെ. അപ്പോൾ അതിനെ അങ്ങ് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി? മനുഷ്യൻ മൃഗമായി, പ്രാകൃതനായിട്ടുള്ള. അപ്പോൾ അവന് അമ്മയില്ല, പെങ്ങളില്ല, ആരെയും ഭോഗിക്കാം, ആരെയും കൊല്ലാം. ഈ സൊസൈറ്റീനെ ഇങ്ങനെ ഫോം ചെയ്തെടുത്താലേ കഞ്ചാവിന് കച്ചവടം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പറയുന്ന പുതിയ മയക്കുമരുന്നിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ. നമുക്കൊക്കെ അറിയാവുന്നത് പണ്ട് ചാരായം, കഞ്ചാവ്, ഈ കള്ള്. ഇപ്പോഴത്തെ കുട്ടികൾ ഈ സ്റ്റാമ്പ് മുതൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പം ഇതിലേക്ക് വരേണ്ട ഒരു സൊസൈറ്റീനെ നമ്മൾ മതം പിടിച്ചിരുത്തുന്നത് ഇത് പാടില്ല, അത് പാപമാണ്. അപ്പം ആ മതത്തിൻ്റെ തത്വ അംശങ്ങളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രാകൃതമായിട്ടുള്ള സൊസൈറ്റി വരും. ആ പ്രാകൃതമായ സൊസൈറ്റിയിലൂടെ പിന്നെ മറ്റു ചിലർക്ക് ഈസി ആയിട്ട് ഈ മനുഷ്യനെ ഏറ്റെടുക്കാൻ പറ്റും.